ഹലോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നത്തിങ് സ്പെഷ്യലാണ്. പക്ഷേ നത്തിങ് സ്പെഷ്യലാണെന്നല്ല, സ്പെഷ്യലാണ്. കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. നമ്മുടെ അച്ചാറുകൾ, പല ടൈപ്പ് അച്ചാറുകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഏട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ആളുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് കാണാൻ പോയായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സും മറ്റേ അവലോസുണ്ട അച്ചാറൊക്കെ തരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അപ്പോൾ ഞങ്ങൾക്ക് കുറേ അച്ചാറാണ് കിട്ടിയത്. കുറേ അച്ചാർ, പലതരം അച്ചാർ. മാങ്ങ അച്ചാർ. ഇതെന്താ അച്ചാറ് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ ഇത് രണ്ടും സെയിം ആണെന്നാണ് തോന്നുന്നത്. ഇതും കണ്ണിമാങ്ങ അച്ചാർ പോലത്തെ അച്ചാർ, പിന്നെ ഇത് ചെമ്മീൻ അച്ചാർ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഓരോ അച്ചാറും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാനാ പോകുന്നത്. ഇത്രയും അച്ചാർ തരുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല, അതും കുറേ ഉണ്ട്. ഇവിടെ അച്ചാർ കഴിക്കുന്ന മെയിൻ ആൾ ഞാനാണ്. അപ്പോൾ ഞാനിത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണമല്ലോ എന്നോർത്തപ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ഒന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് വെച്ച് തുടങ്ങാം. ഇതൊരു മാങ്ങ അച്ചാറാണ്. ഇവൻ ഞങ്ങൾക്ക് നാട്ടിൽ പോയാൽ പോലും ഇത്രയും അച്ചാർ ഞങ്ങൾ കൊണ്ടുവരാറില്ല. ഓക്കെ, ഞാൻ സ്പൂണൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, അപ്പോൾ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല. അവർക്ക് അവരുടെ വീട് പറവൂരാണ്. അപ്പോൾ കുറേ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ മാവും അതും ജാതിക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആൻറ്റി ഉണ്ടാക്കിയതാണ് ഈ അച്ചാർ. ഇതാണ് അച്ചാർ. ഞാനിത് കഴിച്ചു നോക്കട്ടെ. അടിപൊളി, നല്ല പുളിയും അത്യാവശ്യം എരിവും, നല്ല വീട്ടിലുണ്ടാകുന്ന അച്ചാറിൻ്റെ നല്ല സ്മെല്ലും. ഇത് കഴിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വായിൽ വെള്ളം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, സൂപ്പർ. ഇനി കണ്ണിമാങ്ങ അച്ചാർ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കാണിക്കുമോ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചാറ് പോകും. അപ്പോൾ ഇത് ഒറ്റയടിക്കിരുന്ന് കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്, തീർന്നു പോകുമല്ലോ. തീർക്കാനും പറ്റൂല, ഇത് കുറേ നാൾക്ക് നിൽക്കണം. ഇതിപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ എല്ലാ ചെറിയ ഇരുന്നിരിപ്പിൽ കഴിക്കണത് എൻ്റെ അമ്മ എല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല വഴക്ക് കേൾക്കും. പക്ഷെ എന്നാലും സാരമില്ല. അച്ചാറൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ പ്രത്യേക ഫീലാണല്ലോ നമ്മളിങ്ങനെ പുറത്ത് താമസിക്കുമ്പോഴത്തേക്കും. നമ്മൾ നാട്ടിലാണെങ്കിൽ പോലും മാങ്ങയൊക്കെ കിട്ടിയാലൊന്നും ഞാൻ വിടില്ല. ഞാൻ എല്ലാം ഇരുന്ന് കഴിക്കും, ഉപ്പും മുളക് പ്രത്യേകിച്ചും. ഞാനിവിടെ ദേവനെയും പ്രാർത്ഥനേനൊക്കെ അത് ശീലിപ്പിച്ചിട്ടുണ്ട്. ദേവനക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ പ്രാർത്ഥന അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉണ്ട് പച്ചമാങ്ങയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഓ, എനിക്ക് കഴിക്കാൻ ഭയങ്കര ഒരു ഇത് വരുന്നുണ്ട്. മറ്റേത് കഴിച്ചതിൻ്റെ ആ ഒരു ഭയങ്കര പുളിയുണ്ട് മാങ്ങയ്ക്ക്. കടുമാങ്ങച്ചാർ നല്ലല്ലേ, കണ്ണിമാങ്ങച്ചാറല്ലേ. അതുണ്ടാക്കുന്നത് വേറെ രീതിക്കല്ലേ, കുറച്ച് മുളകൊക്കെ കൂടിയിട്ടല്ലേ. പക്ഷെ അടിപൊളി. എനിക്കാണെങ്കിൽ ഈ ദോശയും അച്ചാറും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ കണ്ണിമാങ്ങ അച്ചാറാണെങ്കിൽ എക്സ്പെഷ്യലി അങ്ങനെ പ്രത്യേക ചോറൊക്കെ കൂട്ടി കഴിക്കണം. അച്ചാറും ചോറുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രാർത്ഥനയ്ക്കും ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇച്ചിരി അച്ചാറുണ്ടെങ്കിൽ ആൾക്കും സന്തോഷമാണ്. അപ്പം ഞാൻ കഴിക്കണത് കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ് കഴിക്കാനായിട്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്താ ചെയ്യണേന്ന്. പ്രാർത്ഥന വേണോ? വേണ്ട, എരിവാണ്. എരിവ് വന്നാൽ പിന്നെ ഇവള് കരയും, വീഡിയോ ഒന്നും നടക്കില്ല. അടുത്തത് നമ്മളുടെ എല്ലാവരും ഫേവറേറ്റ് ചെമ്മീൻ അച്ചാർ. ഞാൻ സ്പൂൺ ഉപയോഗിക്കാനുള്ളത്, ഇത് കുറച്ച് ഡ്രൈ ആണ്. ഞാൻ ഇത് ഇച്ചിരി നേരത്തെ കഴിച്ചു നോക്കിയായിരുന്നു. സൂപ്പർ.
തുറക്കുമ്പോൾ തന്നെ ചെമ്മീൻ്റെ മണം ഇടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല എരിവുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിനൊക്കെ നല്ല എരിവുള്ളത്. ഇത് ടേസ്റ്റ് ചെയ്തു, ഇത് ടേസ്റ്റ് ചെയ്ത് ഇതെനിക്ക് കഴിച്ച് ലൈക്ക് ഇത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇത് കഴിച്ചാൽ തീർന്നു പോകുന്നുള്ളതുകൊണ്ട് ഞാനിത് കഴിക്കാതെ എടുത്ത് വെക്കും. പിന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലത്. ഇത് എനിക്ക് തോന്നുന്നു ഇതും സെയിം ആണെന്ന് തോന്നുന്നു. മനസ്സിലാവുന്നില്ല, എന്നാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. പക്ഷെ അല്ലല്ല, ഇത് നല്ല എരിവുണ്ട് അച്ചാറിനൊക്കെ. വേണോ? വേണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആണെങ്കിൽ ഇത് രണ്ടും വേറെ വേറെയാണ്. എനിക്ക് പേരറിയില്ല. ഇതിനകത്ത് ഇച്ചിരി കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, അതിനകത്ത് അങ്ങനെ കാണുന്നില്ല. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് 2 പാത്രമാക്കി തന്നത്. പക്ഷെ സിമിലർ. ഓ, അപ്പൊ 4 അച്ചാർ ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാനായിട്ട് ചെമ്മീൻ അച്ചാർ ഇഷ്ടപ്പെട്ടു, ഇതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഒബ്വിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും ഫസ്റ്റ് ചെമ്മീനാണ് എനിക്കിഷ്ടം. നമുക്ക് കിട്ടാത്ത ഏറ്റവും പാടുള്ളത് ചെമ്മീനും. മീറ്റ് അച്ചാറൊക്കെ ഇല്ല, ഫിഷ്, ബീഫ്, അതുകൊണ്ട് കഴിച്ചു നോക്കാം. ഇത് അപ്പം എന്നോടത്ത് ആ ഫ്രണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഒരുപാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ എങ്ങനെ ഷെയർ ചെയ്യണത്? അത് അച്ചാർ. അപ്പോൾ നല്ല അടിപൊളി അച്ചാറുകൾ, ഒരു രക്ഷയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് എനിക്ക് പറയാനുള്ളൂ. സൂപ്പർ, ഇനി ഒന്നും പറയില്ല, അടിപൊളി അച്ചാറുകൾ. അപ്പം ഞാനിടക്ക് പറയും നാട്ടിൽ നിന്ന് നമുക്ക് മറ്റേ മാങ്ങയുടെ തൊലി എരിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ, അത്ര എരിവും നല്ല ടേസ്റ്റും. അപ്പോൾ നാട്ടിൽ നിന്ന് മാങ്ങയുടെ തൊലി ഉണക്കിയിട്ട് കൊണ്ടുവരില്ലേ, അതൊക്കെ കൊണ്ടുവരണം എന്ന് വിചാരിക്കും. പക്ഷെ നടക്കാറില്ല, അതൊക്കെ അപ്പം തിന്ന് തീർക്കും. അപ്പോൾ ഇന്നത്തെ അച്ചാറിൻ്റെ കഥ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റ പറ. ടാറ്റ. അപ്പം ശരി.